സർ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്ഷ്യവിഷബാധയേറ്റ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വരെ മരണമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹോട്ടലുകളിലെല്ലാം പരിശോധനകളൊക്കെ നടത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ അത് എങ്ങനെയാണ് ഏൽക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുന്നതാണ്? ഭക്ഷ്യവിഷബാധ എന്ന് പറയുന്നത് ഫുഡ് ബോൺ ഇൽനെസ് എന്നൊക്കെ നമുക്ക് പറയാം. അതെന്ന് വെച്ചാൽ ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡ്, അതായത് ശുചിത്വം ഒട്ടും തന്നെ ഇല്ലാത്ത വൃത്തിഹീനമായ ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ കഴിച്ചിട്ടുണ്ടായിട്ട് അത് അങ്ങനെയുള്ള ഒരു കേടുവന്ന ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ കേടുവന്ന മലിനീകരമായ ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു പാനീയമെല്ലാം കുടിച്ചിട്ട് അതിനുശേഷം വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അസുഖമാണ് നമ്മൾ ഭക്ഷ്യവിഷബാധ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന് ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ബാക്ടീരിയാസ് ആവാം, പാത്തോജൻസ് എന്ന് നമ്മൾ പറയും. പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ വരുത്താൻ സാധ്യതയുള്ള അണുക്കൾ, ബാക്ടീരിയാസ് ആണ് ഈ ഫുഡിനകത്ത് ഇങ്ങനെയുള്ള കണ്ടാമിനേഷൻസ് എല്ലാം ഉണ്ടാക്കുന്നത് അധികവുമായിട്ടും. വേറെ പല കാരണങ്ങളുണ്ട്, പക്ഷേ ബാക്ടീരിയാസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. ഒരു ബാക്ടീരിയയുടെ അളവ് ഒരു ഫുഡിനകത്ത് അവരുടെ ഒരു പെർമിസിബിൾ ലിമിറ്റിനകത്തൊക്കെ അല്ലെങ്കിൽ ഒരുപാട് അളവൊക്കെ ഉണ്ടായിട്ട് ഒരു ഫുഡ് പോയ്സണിങ് വരുത്താനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു അസുഖം വരുത്താനുള്ള സാധ്യതയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഭക്ഷണം കണ്ടാമിനേറ്റഡ് ആവുന്നതും ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയ റിലീസ് ചെയ്യുന്ന വിഷാംശങ്ങളുണ്ട്, അതായത് ടോക്സിൻസ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ഈ ടോക്സിൻസ് കഴിച്ചു കഴിഞ്ഞാലും ഈ ഭക്ഷണം കേടുവരിക്കും. ഈ ടോക്സിൻസ് അടങ്ങിയ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരുന്നുമുണ്ട്.